ഇതാണ് നമ്മുടെ ബ്രാവോയുടെ പോയിസൺ ഫ്രോഗ്. പുതിയ ആയുധം ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എ4ഐലസിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും നമ്മളൊരു ചെറുമീൻ പിടുത്തത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മുടെ പുതിയ ആയുധം ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഇതേ കണ്ടല്ലോ, ഡൈവയുടെ ടാറ്റുല ബെയ്റ്റ് കാസ്റ്റിംഗ് റോഡാണ്. നല്ല അടിപൊളി റോഡാണ്, ട്രാവൽ റോഡ്. നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ സൗകര്യമുള്ള നല്ല ചെറിയൊരു റോഡ്. ഇത് കണ്ടല്ലോ, ഇങ്ങനെ തോളയിട്ടോണ്ട് പോകാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ ബാഗിൽ വെക്കാം. ഞാൻ ഫിഷിങ്ങിന് കൊണ്ടുവന്ന ബാഗിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെറിയ റോഡ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ റോഡൊന്ന് അടുത്ത് കാണിച്ചു തരാം. ഈ കവറിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇത് ഈ റോഡ് വരുന്ന കവറാണ്. ഇതാണ് നമ്മുടെ റോഡ് കേട്ടോ. 4 പീസ് 4 പീസ് റോഡാണ്. പക്ഷെ നല്ല അടിപൊളി പവർഫുൾ റോഡാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, ഇതിന്റെ ഏറ്റവും ചെറിയ ടിപ്പായത്. കാര്യം 4 പീസ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് മീനെ യാതൊരു പേടിയും കൂടാതെ വലിച്ചു പറിച്ച് കയറ്റാൻ പറ്റുന്ന റോഡാണ് കേട്ടോ. ഏകദേശം നമ്മുടെ കണ്ടോ, ഒരു കൈയുടെ നീളം പോലും വരുന്നില്ല. ഇത്ര ഉള്ളു സാധനം. അപ്പൊ നമ്മൾ ഉപയോഗിച്ച് മീൻ പിടിച്ച് കഴിഞ്ഞുള്ള വീഡിയോ ആണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റീല് നമ്മുടെ ഡൈവയുടെ തന്നെ CC80HS ഉണ്ട്. നമ്മൾ കുറെ നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡൈവയുടെ അതേ ബെയ്റ്റ് കാസ്റ്റിംഗ് റീൽ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബ്രാവോയുടെ പോയിസൺ ഫ്രോഗ് കേട്ടോ. അത്യാവശ്യം സൈസൊക്കെ ഉള്ള ഫ്രോഗാണ്. ചേർമീനൊക്കെ പറ്റിയ സാധനം. കണ്ടല്ലോ, ഇതിലും വലിയ സ്പിന്നറാണ് വന്നിരിക്കുന്നത്. പക്ഷേ സിംഗിൾ സ്പിന്നറാണ് കേട്ടോ. വലിയ സ്പിന്നറാണ്, സിംഗിൾ സ്പിന്നർ. നല്ല അടിപൊളി സ്ട്രോങ് ഷാർപ്പ് ഹുക്കൊക്കെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഉപയോഗിച്ചതാണ്. മഴയൊക്കെ ആയതുകൊണ്ട് ആദ്യം മീനൊന്നും അടിക്കുന്നില്ലായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏതായാലും ഈ ഫ്രോഗ് എടുത്ത് പരീക്ഷിച്ചു. അപ്പോൾ ഇതിൽ നമുക്ക് മീനൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തി കാസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള ആക്ടിവിറ്റി ഒന്നും കാണിക്കുന്നില്ല, എന്നാലും നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നമ്മുടെ റീലൊക്കെ കുറച്ച് നാൾ എടുക്കാതെ ഇരുന്നിട്ട് കുറച്ച് ടൈറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് കുറച്ച് ഗ്രീസൊക്കെ ചെയ്ത് ഇറക്കിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്നാലും അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ, നല്ലപോലെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് എടുക്കാതിരുന്നതിൻ്റെയാണ്. അത് ചെറിയൊരു സ്ട്രൈക്കായിരുന്നു കേട്ടോ. നമ്മുടെ ഫ്രോഗിങ് പോകുന്ന കഴിഞ്ഞായിരുന്നു സ്ട്രൈക്ക്. ചെറുമീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വരാല് വീണ്ടും എടുത്തൊന്ന് സൂം ചെയ്ത് കാണിക്കാനും മാത്രമുള്ള സ്ട്രൈക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചെറിയൊരു സ്ട്രൈക്കായിരുന്നു. വരാല്ല, ചെറുമീൻ കുഞ്ഞാ. തല പൊളിഞ്ഞു പോയി. അല്ല തിരിച്ചു വിട്ടേക്കായിരുന്നു. ചെറുതാ, അതാ തോന്നുള്ളൂ. എന്തിനാ വെള്ളം വെക്കുന്നത്? മച്ചാന്മാരെ, നമുക്ക് രാവിലെ ഒരു ചെറുമീൻ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. റിലീസ് ചെയ്യാൻ നിവർത്തിയില്ല. അതുകൊണ്ട് എൻ്റെ കണ്ണും ഈ തലയുടെ ഈ സൈഡൊക്കെ മൊത്തം പൊളിഞ്ഞ് നല്ല ഡാമേജ് ആട്ടോ. തിരിച്ചു വിടുന്നില്ല.
ബ്രാവോടെ പോയിസൺ വിഷമിട്ട് പിടിച്ച മീനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ കാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന ഏരിയയിൽ ചെറിയൊരു ആക്ടിവിറ്റി കണ്ടിട്ട് ഞാൻ കറക്റ്റ് അവിടെ തന്നെ എറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അടിസക്കെ സൈസ് മച്ചാമാരെ അടിപൊളി സൈസ് ഒരു ചെറുമീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അടിച്ചത് നമ്മുടെ ബ്രാവോടെ പോയിസൺ ഫ്രോഗയിൽ. റീല് ഡൈവ CC80 HSL, റോഡ് ഡൈവ ടാറ്റുല കേട്ടോ, ടാറ്റുല ട്രാവൽ ലോഡ്. അപ്പോൾ കേട്ടോ ഇതാണ് നമ്മുടെ മീൻ കേട്ടോ, സൈസ് മീൻ. നമുക്ക് വേറെ അടിയോ നോക്കാം. ഇതേ കണ്ടല്ലോ നമ്മുടെ ബ്രാവോടെ പോയിസൺ ഫ്രോഗ് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. ഓക്കെ, നമുക്ക് വേറെ അടിക്കുമോ നോക്കാം. അപ്പോൾ പിന്നെ നമ്മൾ കുറേ നേരവും കൂടെ കാസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, നമുക്ക് മീനൊന്നും അടിച്ചില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.